ഈ കാലത്ത് ഒരു സുന്നത്ത് ഏറ്റെടുത്താൽ, ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ എത്രയോ ശരീരത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി കാലം അങ്ങനെയാണ്. എത്ര വേണമെങ്കിലും തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. നമ്മളൊന്ന് ചെന്നു കൊടുത്താൽ തെറ്റിന്റെ കോടാനക്കോടി തെറ്റുകൾ എന്ത് വേണമെങ്കിൽ നമ്മുടെ മോഡൽ കിട്ടുകയാണ്, എന്ത് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുകയാണ്, എന്ത് വേണമെങ്കിലും സുബ്ഹാനല്ലാഹ് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്ന കാലമാണ്. ഞാനും നിങ്ങളും ഈമാനും കുറഞ്ഞവരാണ്. ഏത് സമയത്തും ഇബ്ലീസിന്റെ വലകൾ പെട്ടങ്ങോട്ട് തെറ്റിലേക്ക് പോകാനുള്ളവരാണ്. സുബ്ഹാനല്ലാഹ് അത്രയുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ ഒരു കാര്യം നമ്മൾ എന്നും മുറുകെ പിടിക്കേണ്ടതുണ്ട്. എന്താണെന്ന് അറിയുമോ? നിർത്തുകയാണ് പ്രിയമുള്ളവരെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബത്ത് ഖൽബിൽ വെച്ചോ. റസൂലുള്ളാഹിന്റെ മുഹബ്ബത്ത് ഖൽബിൽ വെച്ചോ. അത്രയുള്ള തെറ്റുകളിൽ നിന്ന് അടുക്കുമ്പോ ഇബ്ലീസ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലാഹ് ഹബീബായ നബി തങ്ങൾ വന്ന് തടഞ്ഞു വെക്കും. എന്റെ നിത്യേനം സലാത്ത് ചൊല്ലുന്ന മകനാ, ആ മകനായ നീ അങ്ങോട്ട് പോകണ്ട. നമ്മളെ പിടിച്ചു വെക്കാൻ നമ്മുടെ ഹബീബുണ്ട് കേട്ടോ. നമ്മളെ പിടിച്ചു വെക്കാൻ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിന്റെ കൂടെ നമുക്ക് പിടിക്കണം. റസൂലുള്ളാഹിന്റെ സ്വലാത്തുകൾ ചൊല്ലണം. ഒരു സ്വലാത്ത് നമുക്ക് കൂടെ ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയെങ്കിലും അതിന് ഒരുപാട് പ്രതിഫലമുണ്ട്. സ്വലാത്ത് ഒന്നല്ലേ ചൊല്ലുന്നു നമുക്ക് നിസ്സാരത വേണ്ട. ദിവസം ഒരു 10 സ്വലാത്ത് കഴിയുമോ അത് വലിയ കാര്യമാണ്. 100 കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രതിഫലത്തിന്റെ ആളായി മാറി. ദിവസം 1000 ചൊല്ലിയാൽ അവന് മക്കത്തീങ്ങൾ പെടാനുള്ള വഴിയാണ്. അങ്ങനെ സ്വലാത്തിന്റെ താഴ്മയോടെ നമ്മൾ കഴിഞ്ഞാൽ നാളെ മരിച്ചു കിടക്കുമ്പോൾ നമ്മളിൽ ഒരു ദിവസം കഫംതുണിയിൽ കിട്ടാനില്ലേ, ഒന്ന് പൊതിയാനില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ പൊതിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളല്ലെങ്കിൽ നമ്മുടെ ജന്മമാർ, അനുജമാർ, നമ്മുടെ ചങ്ങാതിമാർ മയ്യത്ത് കെട്ടിൽക്കാൻ അങ്ങോട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടെന്നത് ഉറപ്പാണ്. അത് പറയുന്ന എനിക്കുമെന്ന് കേൾക്കുന്ന നിങ്ങൾക്കുമെന്നത് തർക്കമില്ലല്ലോ. ആ ഖബറിൽ കൊണ്ടുപോയി കിടത്തിട്ട് എല്ലാ ജനങ്ങളും അവിടെ മണ്ണ് വാരിട്ടു. എന്നിട്ട് ഖബറെല്ലാം മാറി യാസീനോദി ദുആ ചെയ്തവർ പിരിഞ്ഞു പോയപ്പോ ഖബറിലേക്ക് വരുന്നു ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ കാണിച്ച് മലക്കുകൾ ഖബറിലേക്ക് വന്നപ്പോ ഒരു പരിചയം പറയാൻ സലാത്ത് ചെല്ലുന്ന നേതാവാണെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല, പിന്നെ ബേജാറില്ല. പറയാൻ കഴിയണം. ഇത് ഞാൻ